പുള്ളി എന്നോട് ചോദിച്ച യൂട്യൂബ് ചാനലിന്റെ പേരാണ്. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ട്രാവൽ ചെയ്ത് വരുമ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനലിന്റെ പേരാ. नीचे कर, ओके नीचे किया, पकड़ो पकड़ो, हाथ में पकड़ो, पकड़ो पकड़ो. അങ്ങനെ ഒരു 3 രാജ്യങ്ങളിൽ ഓടിയ ചരിത്രവുമായി ഈ താർ അങ്ങനെ തുടരട്ടെ. നമ്മുടെ ബീഹാറിലെ പൂണിയെന്ന് നമ്മൾ എവിടെയായിരുന്നു നമ്മുടെ അക്കോമഡേഷൻ? ഹോട്ടൽ പവിത്ര. നല്ല അക്കോമഡേഷൻ ആയിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക യാത്ര. അപ്പോൾ വണ്ടിക്കകത്ത് ഭയങ്കര ചെളി കണ്ടപ്പോഴത്തേനും ഞാൻ എവിടെയെങ്കിലും ഒന്ന് കഴിക്കാനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ തന്നെ പറഞ്ഞൊന്ന് വാഷ് ചെയ്ത് തരാമെന്നേ. അപ്പോൾ പുള്ളിക്ക് അതിൻ്റെ പൈസ കൊടുത്താൽ ഇതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ കയറ്റി കഴിഞ്ഞാൽ അകത്ത് ലഗേജ് ഇരിക്കുന്നുണ്ടാവും, ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ഔട്ട് സൈഡ് മാത്രം ക്ലീൻ ചെയ്യണം. വണ്ടി ആകെ പൊട്ടി പിടിച്ച് നാശമായിട്ടില്ല. ഇതൊക്കെ നമ്മൾ ട്രാവലിങ്ങിൽ ഫേസ് ചെയ്യുന്ന ചില ലിമിറ്റേഷൻസാണ്. നമ്മൾ റൂമുകളിൽ ചെക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു സമയമാവും. അതിന് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഒരു ടൈമാവും, ലേറ്റ് ആവും. ഇടയ്ക്ക് നമുക്ക് സമയം കിട്ടാവുമോ, അല്ല പിന്നെ എവിടെയെങ്കിലും ഇതിനൊക്കെ വേണ്ടി മാത്രം ഹോൾഡ് ചെയ്ത് ഡ്രസ്സും ഒക്കെ എല്ലാം ഒന്ന് ഫ്രഷപ്പ് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കാൻ വേണ്ടി തന്നെ നമുക്കൊരു ടൈം കണ്ടെത്തണം ഈ ജേണിക്കിടയിൽ. ഇനി വണ്ടി ഒന്ന് നീറ്റായിട്ടൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ശരിക്കും ഈ ടയർ, ഷോക്ക് അബ്സോർബർ, ആ ഏരിയ എല്ലാം ഒന്ന് നല്ലപോലെ വാഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമാണ്. കാരണം വണ്ടി നല്ല ഷോക്ക് അബ്സോർബറിനൊക്കെ നല്ല ആക്ഷനും ടയറൊക്കെ നല്ലൊരു സ്റ്റിയറിംഗ് അയച്ചാൽ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. ഈ ഏരിയ നല്ലപോലെ പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുകയാണല്ലോ. അത് സർവീസ് സെൻറ്ററിൽ കയറി ലിഫ്റ്റ് ചെയ്ത് വാഷ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. നമ്മൾ കോർച്ചയത്ത് പീക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നിടത്തു നിന്ന് സർവീസ് ചെയ്ത് പോകുന്നതാണ്. ഈ സമയം വരെ തൊട്ടിട്ടില്ല. മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പൂർണിയ ഡിസ്ട്രിക്റ്റിൽ നിന്ന്, ബീഹാറിൻ്റെ ബോർഡറാണ്. ഇന്ന് ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലേക്ക് കിടക്കുവാണ്. അപ്പോൾ ഇവിടെ നിന്നിപ്പോൾ ഞങ്ങൾ രാവിലെ ഇതാ വണ്ടി ഒന്ന് വാഷ് ചെയ്തൊന്ന് റെഡിയാക്കി. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ, ആ ചേട്ടനാണേ, ക്ലീൻ ചെയ്ത് തന്നു. ഒരുവിധമൊക്കെ അത്ര വൃത്തിയായില്ല, എന്നാലും വണ്ടി എന്നുള്ള ആ ഒരു വലിയ മൂട് പടലമെല്ലാം അങ്ങ് മാറി. വണ്ടി ഒന്ന് ബ്ലാക്ക് കളറാണ് വണ്ടി എന്നിപ്പോൾ മനസ്സിലാവും. നേരത്തെ വണ്ടിയുടെ കളർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടായിരുന്നു. സോ ഗെസ്, അപ്പോൾ ഇന്ന് ബീഹാറിൻ്റെ എൻഡ് പോർഷനും അതുപോലെ വെസ്റ്റ് ബംഗാളിലേക്കുള്ള യാത്രയും അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസും കാഴ്ചകളുമായിരിക്കും. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് പവിത്ര എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു. പവിത്ര ഹോട്ടലിലായിരുന്നു. നല്ല ഹോട്ടലുമായിരുന്നു. പിന്നെ അവിടുത്തെ ഫുഡും കൊള്ളായിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെയാണ് കഴിച്ചത്. ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റിലേറ്റഡ് പ്രൈസിലാണ് കിട്ടിയത്. അപ്പോൾ ഗെസ്, സ്റ്റേ ട്യൂൺഡ് വിത്ത് us throughout this journey. താങ്ക് യു. ആണ് നമ്മുടെ ചേട്ടനെ. ചേട്ടാ പേജി ജാറേ, താങ്ക് യു സോ മച്ച്. എന്തൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ അടുത്ത സ്റ്റേ? അങ്ങോട്ടാണ്? സിൽഗുരി അല്ലേ? സിൽഗുരി നമുക്ക് കിലോമീറ്റർ ഒന്ന് നോക്കാം. ഡാർജിലിംഗ് എത്തുകയില്ലായിരിക്കും. അതെ അതെ. ഇന്ന് ഞങ്ങളുടെ ഭായിമാരുടെ അടുത്തോട്ടാണ് പോകുന്നത്. അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സിലിഗുരി 174 കിലോമീറ്റർ ഉള്ളൂ. 174 കിലോമീറ്റർ സിൽഗുരി ഉള്ളൂ ഇവിടുന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി മൊത്തത്തെ 600 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. അതെ അതെ. 300 എനിക്ക് തോന്നുന്നു ഡാർജിലിംഗ് എത്തുമെന്നൊന്ന് നോക്ക്. പക്ഷെ അവരെ ഒന്ന് മീറ്റ് ചെയ്യണ്ടേ? അവരുടെ അടുത്തോട്ട് ചെല്ലണ്ടേ? അവരുടെ അങ്ങോട്ട് നേരെ
257 കിലോമീറ്റർ ഉണ്ട്. അതെ 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 അതെ. നമ്മൾ സിലിഗുരിയിൽ നിന്ന് നേരെ അങ്ങനെയാണ് പോകണ്ടേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. സിലിഗുരിയിൽ നിന്ന് അവരുടെ കക്കാട്ട എന്ന് പറയുന്ന സ്ഥലമാണ്. അങ്ങോട്ടുള്ള ദൂരം എത്ര ഉണ്ടെന്ന് നോക്കി. സിലിഗുരി ടു പാല ശരിക്കും 303 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പൊ ഇത് ഡൈവേർട്ട് ചെയ്ത് പോണം. അവിടെ നമുക്ക് സിലിഗുരി സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് 100 കിലോമീറ്റർ ആയി ഇവർ മാറുന്നത്. അപ്പോൾ നമുക്ക് റിട്ടേൺ വരുമ്പോൾ അവരുടെ അടുത്തോട്ട് പോവാം. അല്ല നമുക്ക് രണ്ടുപേരുടെ പോവാം. അത് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് ഡാർജിലിംഗ് കിട്ടേ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് NH-27 അല്ലേ. നമ്മൾ ബീഹാർ പൂർണിയെന്ന് നമ്മൾ ഡാർജിലിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം സിലിഗുരി ആയിരുന്നു. അപ്പം നമ്മുടെ ലേബേഴ്സിന്റെ ഒക്കെ വീട് സിലിഗുരിയിലല്ല, ഫലക്കട്ട എന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്ന് കുറെ കിലോമീറ്റേഴ്സ് അങ്ങോട്ട് മാറിയാണ്. അപ്പം നമ്മളിന്ന് ഡാർജിലിംഗും സിക്കിമും കഴിഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് പോകാന്ന് ഇപ്പൊ തീരുമാനിച്ചത്. അതെ. അപ്പം ഇന്ന് നേരെ ഡാർജിലിംഗ് ആണ്. ഡാർജിലിംഗ് 250 കിലോമീറ്റേഴ്സ് ഉണ്ട്. വൈകുന്നേരം കൊണ്ട് എത്തും. റോഡ് നമുക്ക് വിട്ടു പോകാൻ പറ്റില്ല, നല്ല മോശമായിട്ട് കിടക്കുന്ന റോഡാ. NH-27 4 ലൈൻ ആണ്. ക്ലൈമറ്റ് എൻറ്റയർലി മാറി കേട്ടോ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫുലാഹർ അല്ലേ, ഫുലാഹർ റിവറിന്റെ തീരത്താ, ഫുലാഹർ നദി തീരത്താ. ഇപ്പൊ ഞങ്ങൾ ഡ്രോണിൽ കാണിക്കാം. കതിഹാർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ്. ഇതൊരു മനോഹരമായ ഒരു കാഴ്ച കണ്ടാണ് ഞങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തത്. ഇവിടോട്ട് വരുന്ന വഴിക്ക് ഫുൾ ചോളകൃഷിയാണ്. അതിങ്ങനെ അല്ലേ ചെയ്യുന്നതും. അപ്പോൾ ബീഹാറിലെ കതിഹാർ ഡിസ്ട്രിക്റ്റിൽ ആണിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഗ്രാമക്കാഴ്ചകൾ, കൃഷി, ചോളമാണ് മെയിനായിട്ട്, നെൽകൃഷി എല്ലാം ഉണ്ട്. അതൊക്കെ ഒന്ന് കാണിക്കാവേ. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയേക്കുന്ന ലൊക്കേഷൻ NH-27 സൈഡിലായിട്ടാണ്. പിന്നെ ക്ലൈമറ്റ് എൻറ്റയർലി മാറി. അതുകൊണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾ, ചോള കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ തണ്ടും കാര്യങ്ങളും എല്ലാം ഉണക്കി ഇതെല്ലാം ഒരുവിധം ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കത്തിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ പശുവിനൊക്കെ കച്ചിയായിട്ടോ അങ്ങനെയൊക്കെ പോകുന്ന സാധനം ഇതൊക്കെ. ഇത് ബീഹാറിന്റെ ഇന്നലെ പൂർണിയാണ് ബോർഡറിംഗ് ഡിസ്ട്രിക്റ്റ് എന്നാണ് വിചാരിച്ചു. ഇതല്ല, കതിഹാർ ഡിസ്ട്രിക്റ്റ് ആണ് അവസാനത്തെ ഡിസ്ട്രിക്റ്റ്. നമ്മൾ ആ കൃഷി സ്ഥലത്തേക്കൊക്കെ ഒന്ന് പോവാവേ. ഇതാ താഴെ കാണുന്നതാണ് ഇത്. ഹൈവേന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങാനായിട്ടൊരു വഴിയുണ്ട്. ഇത് ചോളത്തിൻ്റെയൊക്കെ കച്ചി എല്ലാം വെച്ചിരിക്കുന്ന. ഇത് നെൽകൃഷിയുടെയാണെന്ന് തോന്നുന്നു. ചോളത്തിൻ്റെ എല്ലാം അപ്പുറത്താണ് കൂട്ടിയേക്കുന്നത്. അതിങ്ങനെ കത്തിക്കാനും എല്ലാമായിട്ട്. മഴ ചെറുതായിട്ടിങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ട്. ഇതാണ് ചോളകൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല. ഇതെല്ലാം അതേ ഇങ്ങനെ അടത്തി ചോളമെല്ലാം ഇങ്ങനെ അതിൻ്റെ ധാന്യങ്ങളെല്ലാം ഇങ്ങനെ വേർപെടുത്തി എടുത്തിട്ട് കിടക്കുന്ന ഒരു കണ്ടീഷനാണ്. യൂട്യൂബ് ചാനൽക്കാ. ഓ, പുള്ളി എന്നോട് ചോദിച്ച യൂട്യൂബ് ചാനലിൻ്റെ പേരാണ്. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ട്രാവൽ ചെയ്ത് വരുമ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനലിൻ്റെ പേരാണ്. അഭി ബോലേഗാ, ഏക് മിനിറ്റ് ആയേഗാ. അപ്പോൾ ഇവിടെ ഒരു കാര്യം, നമുക്ക് മുമ്പേ സഞ്ചരിച്ചവർ ഒരുപാടുണ്ട് കേരള വണ്ടിയുമായിട്ട്. യൂട്യൂബേഴ്സ് ഒരുപാട് വന്നു പോകുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ദൂരേക്ക് നല്ല നെൽകൃഷിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇവിടുത്തെ കർഷകരെല്ലാമാണ്. ആജി ആൾക്കാരെല്ലാം നല്ല ആൾക്കാർ. വാ.
ഇങ്ങോട്ട് ഇങ്ങനെ ഒരു പഞ്ചായത്ത് റോഡ് പോലെ ഇങ്ങനെ ആ ഒരു അവരുടെ ഒരു ഗ്രാമത്തിലേക്കുള്ളൊരു വഴിയാണ് ഇങ്ങനെ പോകുന്നത്. ഇവിടെയാണ് ഇങ്ങനെ നെൽകൃഷിയൊക്കെ നെല്ലൊക്കെ ഇങ്ങനെ നെൽക്കതിരുകൾ നമുക്ക് കാണാം. ഏകദേശം നമ്മുടെ കുട്ടനാടൊക്കെ പോലെ കാഴ്ചയിൽ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുവാണേ. അതൊരു ഗോൾഡൻ കളറിൽ ആയി നിൽക്കുന്നത്. കൊയ്ത്തിനൊക്കെ പാകമായി വരുന്നുണ്ട്. അതാ NH പോകുന്നു, NH-27 ബീഹാറിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് കണക്ട് ചെയ്ത് പോകുന്ന റോഡാണ്. നമ്മുടെ വണ്ടി ഇതാ അങ്ങ് അവിടെ മേളിൽ കിടപ്പുണ്ട്, ഉണ്ടോ? ഇവിടെ അടുത്തൊരു കെട്ടിടം ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ എല്ലാം ഈ കച്ചികളെല്ലാം ഇവരിങ്ങനെ ഇവിടെ അടുക്കി വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വഴിയെ പോകുന്ന വണ്ടികളൊക്കെ ഇവിടെ വന്ന് നിർത്തി, അല്ലെങ്കിൽ അടുത്ത ആൾക്കാർക്കൊക്കെ വിൽക്കാനായിട്ടൊക്കെ വണ്ടികളൊക്കെ നിർത്താനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് ഈ കൃഷി കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ എല്ലാം അത് പ്രോസസ്സ് ചെയ്തെടുത്തതിന് ശേഷം കച്ചിയെല്ലാം ഇങ്ങോട്ടാക്കി ഇവിടുന്ന് ഹൈവേ വഴി വണ്ടികളെ കയറ്റി വിടുക ചെയ്യുന്നത്. ഹായ് हाय हेलो, नाम क्या है? आसिफा. आपका? डोली. डोली. नाम है? है? आफरीन. ओके. हाँ जी, वही है, नया चैनल है भैया. देखो खाली 6-7 वीडियो आया इतना. ऑल इंडिया घूमते हो सर? ऑल इंडिया घूमते हैं. केरला से आ रहे हैं. केरला 3500 किलोमीटर एक साइड. नाम क्या है आपका? MD सलमान. है? सलमान. सलमान. नीचे कर. ओके, नीचे किया. पकड़ो पकड़ो, हाथ में पकड़ो. पकड़ो पकड़ो. ओके, एक बार देखेगा. ओ कितना ऊपर गया देखो. वो हमारा साथ में वापस आ रहा है. ഓ ഹമിദറിയെ. ഇവിടുത്തെ ആൾക്കാരെല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഡ്രോൺ ഷൂട്ട് ഇവരുടെ നാടൊക്കെ ഇവരെ തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നേ. आपका गांव देखो, इधर का आदमी है. हाँ पूरा देखो. ऐसा दिखा है पहले? हाँ देखे हैं पहले. क्या था ना, पहले देखा किया था एक आदमी. ओ बच्चे लोग इधर देखो, हमारा गांव देखो. हार लिया वीडियो को तैसे गाजिया. करो वीडियो तो मेरे फूट हमारा पाप नहीं आ रहा. अद्दी गाड़ी. हाँ वो डर. अद्दी अरे चलो वीडियो उधर पंखा उड़ रहा है, देख रहे हैं? वो हेलीकॉप्टर उड़ रहा है. हेलीकॉप्टर
हेलीकॉप्टर पानी सर्वे नहीं करता है, लोग घूमने वाला टूरिस्ट है, केरला से आया है। हाँ കേരള से आया क्या ओ केरला टू सिक्किम टूरिस्ट में जाएगा, ये लोग घूमने जाएगा केरला। घूमने के लिए जा रहे हैं हाँ हाँ कहाँ जाएगा तो सब തീർന്നു लिखा हुआ है। അതിൻ്റെ ആ റെക്കോർഡിങ് തീർന്നായിരുന്നു ഞാൻ എടുത്തായിരുന്നു याद कार्ड दे देने की तरह तेरा भी याद कार्ड ओके बारिश आ रही है बारिश मुश्किल है हरीश और हटना भी वो था आगे गए गई सलाड में पकड़ेगा नहीं हाथ में पकड़ेगा नहीं हाँ हाथ में पकड़ेगा नहीं लैंडिंग लैंडिंग ऑटोमेटिकली करेगा सक्सेसफुल ഇപ്പം ഇങ്ങനെയുള്ള യാത്രയിലെ ഏറ്റവും രസകരമായ സംഭവങ്ങളാണ് കേട്ടോ ഈ ഇതുപോലുള്ള വില്ലേജിലൊക്കെ നിർത്തി ആൾക്കാരുമൊക്കെ ആയിട്ട് നമുക്ക് തുടക്കത്തിൽ ടാറ്റാ ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ എല്ലാം പരിചയക്കാരാണ് കേട്ടോ എല്ലാവരും ഞങ്ങൾക്ക് പിള്ളേരെല്ലാം ഞങ്ങൾക്ക് ടാറ്റ ഒക്കെ തരാൻ തുടങ്ങി ആൾക്കാര് നിർത്തി വന്ന് അതെ സംസാരിക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ബീഹാറൊക്കെ നമുക്കൊരു വേറൊരു ഇമേജാണ് പക്ഷേ അങ്ങനെയല്ല ആൾക്കാർ നമ്മൾ സംസാരിച്ചിടത്തോളം എല്ലാം നൈറ്റിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം പക്ഷേ നമ്മൾ വീടുകളിലൊക്കെ ഇറങ്ങിച്ചെന്ന് ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് നമ്മളെ ഒരു കാഴ്ച വസ്തുക്കളെ പോലെ അവർ കാണുന്നതെങ്കിൽ പിന്നെ വേറൊരു കേസ് നമ്മൾ ഡാർജിലിംഗിലേക്ക് മാപ്പിട്ടു മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ക്ലൈമറ്റ് കണ്ടോ അല്ല പെട്ടെന്ന് നല്ല മൂടി മെസ്സേജും വന്നായിരുന്നു ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. ഉണ്ടെന്ന് അവിടെ ബാരിയർ വെച്ചിട്ടുണ്ട്. ഓ മിന്നല് കാണാം അമ്മ. ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മിന്നലും മഴയൊക്കെ ആയിരിക്കും മുന്നോട്ട് ഫോൺ നോക്കി കൗണ്ട് 2 2 4 5 ചൊട്ടു പൊള്ളുന്ന ചൂടിക്കുന്നത് അതെ 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 ബീഹാറിലെ 1 കിലോമീറ്റർ ഡിഫറൻറ്റിൽ അതെ അതെ ഇത്രയും മാറ്റം. ഇത്രയും കാലാവസ്ഥ വ്യത്യാസം ഇതെന്നാ ഇത്? വോൾവോയുടെ വണ്ടി കിടക്കും വോൾവോയുടെ ഒരു ട്രക്കാണ് ഈ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വോൾവോയുടെ നല്ല ലോങ് ചേസ് ഏറ്റവും ലോങ്ങസ്റ്റ് കണ്ടെയ്നർ ട്രക്കുകൾ ഇപ്പോൾ കാണാൻ തുടങ്ങി ഇപ്പോഴല്ല ഒരു തെലങ്കാന മുതൽ കാണുന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലോട്ട് വോൾവോയുടെ വലിയ ട്രക്കുകൾ വരാറുണ്ട് കണ്ടെയ്നർ ഡെലിവറി DTDC അതുപോലെ ഡാർജിലിംഗ് 189 കിലോമീറ്റർ. 189 കിലോമീറ്റർ ഉള്ളൂ ഡാർജിലിംഗ് നല്ല മിന്നലുണ്ട് നല്ല ഇടിമിന്നല് ഭയങ്കര മൂടല് മൂടിക്കെട്ടി മഴ വരാൻ പോവാട്ടോ. അതെ ഇനി നമുക്ക് നല്ല ഇത് കിട്ടുമോ എന്നുള്ള ഡൗട്ട്. ഡ്രോൺ പാടായിരിക്കും പക്ഷെ ഇതിന് നല്ല നല്ല വിഷ്വലാ ക്യാമറയിൽ വരുന്നത് ഒരു ഒരു ഇതെന്ന് വെച്ചാലേ ഇവിടുത്തെ കുട്ടികൾ തൊട്ട് എല്ലാരും ജോലിയിലാ ജോലി ജോലി ചെയ്യും, ചെയ്യും. മാതാപിതാക്കളെ ഹെൽപ്പ് ചെയ്യും. മിക്കവാറും ആൾക്കാർ സ്കൂളിൽ പോകുന്നുണ്ടോന്ന് അറിയത്തില്ല ഇപ്പൊ പിന്നെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല ഇരുണ്ട് മൂടി കിടക്കുന്നത്. എന്നാണേലും ഭയങ്കര നല്ല മൂടലാ പാടത്തൊക്കെ ഇങ്ങനെ നിക്കുന്നുണ്ട് ഇടിമിന്നല്. അത് നല്ലതാണോ ഇങ്ങനെ നിക്കുന്ന പശുക്കളൊക്കെ നിക്കുന്നുണ്ട്? നമ്മുടെ അവിടെ പാലക്കാട് ഇങ്ങനെ ന്യൂസ് കണ്ടില്ലേ ഇടിമിന്നൽ ഏറ്റ പിള്ളേർക്ക് 6 പിള്ളേരെ കണ്ടല്ലേ എല്ലാരെയും കൊണ്ടുപോവാ കേട്ടോ. ആന്റിമാര് വന്നിട്ടില്ലേ പശുക്കളെ എല്ലാം എടുത്തോണ്ട് പോവാ താക്കാവേ ഒത്തിരി ആടുകളും ഒത്തിരി പശുക്കളും. ഇപ്പൊ ഗ്ലാസ് ഒന്ന് താത്തോ അപ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് നല്ല വിഷ്വലാ കാണാൻ പറ്റും.
എന്നാ മൂടലാ അല്ലേ? അതെ അതെ. ഒരു വൈകുന്നേരം ഒരു 6:45 സമയമായ പോലുണ്ട്. ഇപ്പൊ ടൈം 1:10. ഞാനിങ്ങനെ യൂട്യൂബില് കണ്ടായിരുന്നു ഇവിടെ പെട്ടെന്ന് നേരം വെളുക്കുകയും 5 മണി 6 മണിയൊക്കെ ആകുമ്പോ രാത്രിയാവും. ഓ, ഹായ്. അങ്ങനെ വെസ്റ്റ് ബംഗാൾ തീരം ഞങ്ങൾ കയറി. വെസ്റ്റ് ബംഗാൾ ബോർഡർ കഴിഞ്ഞ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഡാർജിലിംഗ് അല്ലെ സിലിഗുരിയാണ് സ്റ്റേ ചെയ്യുന്നത്. കണ്ടോ വെസ്റ്റ് ബംഗാളിലെ ഒരു ഭൂപ്രകൃതിയും കാഴ്ചകളും ഒക്കെ കണ്ടോ? ഇതാ നമ്മുടെ ബീച്ച് കിടക്കുന്നു. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നല്ല വണ്ടി അങ്ങ് നല്ല നീറ്റ് ക്ലീനായി കേട്ടോ. ചെളിയെല്ലാം അങ്ങ് പോയി. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ഡാർജിലിംഗിലേക്കാണ് ഇന്നിട്ടിരിക്കുന്നത്. ടൈം പോലെ ഒന്നെങ്കിൽ സിലിഗുറി അല്ലെങ്കിൽ ഡാർജിലിംഗ് ആയിരിക്കും സ്റ്റേ. സോ അവർ ഡെസ്റ്റിനേഷൻ ഈസ് വെരി സൂൺ. അപ്പോൾ എനിവേ ഞങ്ങൾ നേപ്പാളും ഭൂട്ടാനും പോകുന്നുണ്ട്. അങ്ങനെ ഒരു 3 രാജ്യങ്ങളിലോടിയ ചരിത്രവുമായി ഈ താറ് അങ്ങനെ തുടരട്ടെ. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. സോ ഗൈസ്, ഒരു ട്രെയിൻ വരുന്നുണ്ട്. അതൊരു റെയിൽവേ ട്രാക്കാണ്. ഓപ്പോസിറ്റ് സൈഡ് കണ്ടോ, NH-27. ഹൈവേ ഇസ് നോട്ട് സോ ഗുഡ്. കാലോടുത്ത് പോകാൻ പറ്റത്തില്ല, നല്ല ഗട്ടറാണ്. ഇതുണ്ടോ ക്ലൈമറ്റും ഉണ്ടോ, മഴ മൂടി എങ്ങനെ കിടക്കുന്നെന്ന് നോക്കിക്കേ. എന്നാലും തണുപ്പില്ല കേട്ടോ, ഈ കാണുന്ന പോലെ തണുപ്പില്ല, ചില ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ട്. ഗേസ് മന്ദം ഒരു ട്രെയിൻ പോകുന്നു. എങ്ങോട്ടാണ്? നമ്മുടെ നാട്ടിലോട്ടുള്ള ട്രെയിനാണോ ഗുഡ്സാട്ടോ? കാലിയായിട്ടാണ് പോകുന്നത്. ഇത് ഹൈവേ, ഇത് റെയിൽവേ ലൈൻ. ഗുഡ്സാകുമ്പോൾ പിന്നെ അവസാനിക്കുകയല്ലോ എൻ്റെ. യെസ്, ഒരു എൻഡ് പോയിന്റ് ഉണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഇതിൻ്റെ പുറകിലിരിക്കുന്ന ആ ഗാർഡുണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ ഒരു ഒറ്റപ്പെട്ട ജീവിതമാണല്ലോ അന്നേ ഏറ്റവും പുറകിൽ. സോ ഇവിടുന്ന് കയറാം. NBJ SCC. NBJ എന്ന് പറഞ്ഞാൽ നോർത്ത് ബംഗാൾ ആണോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് സേഫ് എക്സ്പ്രസിൻ്റെ ഒരു ട്രക്ക് കിടപ്പുണ്ട് പിന്നെ. വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷനാണ്. WB73G 5736. പോലീസൊക്കെ പോകുന്നു, SP ഒക്കെയാണെന്ന് തോന്നുന്നു. ഇതുകൊണ്ട് നമ്മുടെ കണിക്കൊന്ന നിൽക്കുന്നുണ്ട്, നാട്ടിലെ കൊന്ന. ഇത് വാഗ. ഞാൻ നിൽക്കുന്നതൊക്കെ കൊന്നവരോ. കൊന്ന നല്ല പൂത്ത് നിൽക്കുക പലയിടത്തും.